ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപ് പല തവണ താനാണ് ഈ സംഘർഷം അവസാനിപ്പിച്ചതെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി തുടർച്ചയായി തന്നെ വരികയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പറയുകയാണ് ആ സംഘർഷത്തിൽ 5 വിമാനങ്ങൾ തകർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഇന്ത്യയുടേതാണോ പാകിസ്ഥാൻ്റേതാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. എന്താണ് അദ്ദേഹം ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ നിരന്തരം ഇടപെടുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും മുൻപ് ഉള്ള ഒരു തീരുമാനമാണല്ലോ ഒരു മൂന്നാമതൊരു കക്ഷിയെ ഇത്തരത്തിൽ ഇതിൽ ഇടപെടിപ്പിക്കേണ്ട എന്നുള്ളത്. ട്രംപ് പറഞ്ഞത് 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. അത് ഇന്ത്യയുടെ വിമാനങ്ങളാണോ പാകിസ്ഥാൻ്റെ വിമാനങ്ങളാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പുറകിൽ അജിത് ഡോവൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു നഷ്ടവുമില്ല. അത് നമുക്ക് ഡോവലിലേക്ക് വരാം. ഈ ട്രംപിനൊരു ദുഷ്ട ലാക്കുണ്ട് അതിനകത്ത്. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഇതിപ്പോൾ 24ാമത്തെ തവണയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നത്. ഈ ഇന്ത്യ പാക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇതുവരെ 24 പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഈ 24 എണ്ണവും ഇന്ത്യ വിരുദ്ധമാണ്. ട്രംപ് മോദിയെക്കുറിച്ച് മൈ ഫ്രണ്ട് എന്നും ടഫ് നെഗോഷിയേറ്റർ എന്നും ഒക്കെ ഒരു വശത്ത് പറയുമ്പോൾ ഈ ഇന്ത്യക്കെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട്, അതായത് 100% പൊള്ളയാണ്, ഒരു സത്യവും അതിനകത്തില്ല, അത്തരത്തിലുള്ള നിലപാട് അദ്ദേഹം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനാണ്, ഞാൻ മുന്നറിയിപ്പ് നൽകിയത് കൊണ്ടാണ് സംഘർഷം അവസാനിച്ചത്, ഈ 2 രാജ്യങ്ങളോടും വെടിനിർത്തണമെന്ന് കർശനമായി ഞാൻ ആവശ്യപ്പെട്ടു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വ്യാപാര കരാറുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആണവ യുദ്ധത്തിലേക്ക്. ഇതൊക്കെ പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്. ട്രംപ് അതിനകത്തൊരു വലിയ കച്ചവടം കാണുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ട്രംപിന് നൊബേൽ സമ്മാനം വേണം. ഞാനിതിൽ വളരെയധികം സംശയിക്കുന്നുണ്ട് ഒരു സാധ്യത. ഒരു പക്ഷേ ട്രംപിന് മുമ്പേ ആ നൊബേൽ സമ്മാനം കിട്ടാൻ സാധ്യത നരേന്ദ്രമോദിക്കാണെങ്കിലും, അങ്ങനെ നരേന്ദ്രമോദിയുടെ പേര്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് നൊബേൽ സമ്മാനത്തിന്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിന് തുരങ്കം വയ്ക്കാനാണെങ്കിലോ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത്? നിങ്ങൾ നോക്കൂ, കോവിഡ് വന്ന സമയത്ത് ലോകത്തെ നിരവധി ചെറു രാജ്യങ്ങൾ, വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത, വലിയ സംവിധാനങ്ങളില്ലാത്ത, ഈ ആരോഗ്യ മേഖലയിൽ വലിയ പുരോഗതി ഇല്ലാത്ത ചെറിയ രാജ്യങ്ങൾ, ഒട്ടനവധി രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ നരേന്ദ്രമോദി മരുന്നെത്തിച്ചു, ഈ പ്രതിരോധ വാക്സിൻ അവിടെ എത്തിച്ചു. നരേന്ദ്രമോദിയുടെ ഗ്രാഫ് എത്ര ഉയർന്നു എന്ന് നമുക്കറിയാം ആ സമയത്ത്, അല്ലേ? മറിച്ച് ഈ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ലോക പോലീസും ഒക്കെ ചമയുന്ന അമേരിക്ക ഒരു ചെറു വിരലനക്കിയോ എന്തെങ്കിലും ഒരു സഹായം, സൗജന്യ സേവനം ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നൽകിയതായിട്ട് ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അന്ന് തുടങ്ങി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഒരു പരിഗണന പല ദിക്കുകളിലും കൂടുതലായി കിട്ടുന്നു. അതൊരു കാര്യം. അപ്പോൾ നരേന്ദ്രമോദിയെ അട്ടിമറിച്ച് നരേന്ദ്രമോദിയുടെ പേരിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സ്വന്തം പേര് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ട്രംപിൻ്റെ ഒരു പരിശ്രമം അതിനകത്തുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, ട്രംപിനൊരു ദുഷ്ടലാക്കുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആ ദുഷ്ടലാക്ക് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ, നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ ഗവൺമെൻറ്റിനെ ഒക്കെ സമ്മർദ്ദത്തിലാക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ, ഇത്തരം ഈ ട്രംപിൻ്റെ ഈ വാചാടോപങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ ഏറ്റുപിടിക്കുന്നത് ആരാണ്? ഏറ്റവും ആദ്യം അതും പറഞ്ഞ് കൊമ്പും കുഴലും എടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ആരാണ്? നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അല്ലേ? കോൺഗ്രസ്സാണ്, രാഹുൽ ഗാന്ധിയാണ് ഈ ട്രംപ് അടക്കമുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അവർക്ക് നമ്മുടെ രാജ്യത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറയുന്നത് ഒരു വിഷയമല്ല. തെളിവ് സഹിതം അദ്ദേഹം പറയുകയാണ്, ശരി, ആ വിമാനം അടിച്ചിട്ടോ,
തെളിവുതാ ഒരു ചിത്രം. ഈ ഇന്ത്യ തകർത്ത വിമാനങ്ങളെക്കുറിച്ച്, ഇന്ത്യ തകർത്ത വ്യോമതാവളങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായി ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും അതൊക്കെ അതിലൂടെയൊക്കെ അത് പുറത്തു വന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളിലെ പല മാധ്യമങ്ങളും അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ ഇന്ന വ്യോമതാവളത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ദൃശ്യം, ആരംഭിച്ചതിന് ശേഷമുള്ള ദൃശ്യം, ചിത്രം സഹിതം ഇതൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ടും ട്രംപിന് എന്ത് മനസ്സിലാകുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, ട്രംപിന് മനസ്സിലാകാത്തതായിട്ട് ട്രംപ് നടിക്കുന്നു. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു. വളരെ കൃത്യമായിട്ട് നമ്മുടെ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. 99 MP-മാരുമായിട്ട് അവിടെ വന്നിരുന്ന് ക്വാക്വാ വിളിക്കാനും പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്താനും ബില്ലുകൾ പാസ്സാക്കാതിരിക്കാനും ഒക്കെയുള്ള പരിശ്രമമായിരിക്കും ഇതിൻ്റെ വെളിച്ചത്തിൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നത്. ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നൊരു ചൊല്ല് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഇന്ത്യയുടെ വികസനം, സാമ്പത്തിക വളർച്ച ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു അമേരിക്കൻ ഗൂഢാലോചനയല്ലേ ഇത് എന്ന് സംശയിക്കാവുന്നതാണ്. അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ ഇന്നിപ്പോൾ ഇന്ത്യയെ അടിക്കാൻ വളരെ കൃത്യമായിട്ട് വടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് വടിയായിട്ട് നിന്നു കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമാണ്. നോക്കൂ, പഹൽഗാം ആക്രമണത്തിനെ ശക്തമായി അപലപിച്ച് ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ചൈന അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചൈന അങ്ങനെ ചെയ്തു? വളരെ വ്യക്തമാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ പോയി ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തി. അപ്പുറത്തോ ട്രംപ് എന്താ ചെയ്യുന്നത്? പാക് സൈനിക മേധാവി സകല കുത്തിത്തിരിപ്പുകളുടെയും ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയും ഒക്കെ ഈറ്റില്ലമായ പാകിസ്ഥാനിലെ സൈനിക മേധാവി അസിം മുനീറിനെ വിളിച്ച് സദ്യ വിളമ്പി, വൈറ്റ് ഹൗസിൽ കൊണ്ടിരുത്തി മൃഷ്ടാന്ന ഭോജനം കൊടുത്തു, അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഈ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ഇത് പൊതുവേദിയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായി ഇത് അമേരിക്കയും ട്രംപിനെയും അറിയിച്ചിരിക്കും. കാരണം അതിനുശേഷം വിദേശ രാജ്യങ്ങൾ ഇതൊന്നും അറിയിക്കേണ്ട, അവരെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അജിത് ഡോവൽ പറഞ്ഞത് മദ്രാസ് IIT-യിലെ ബിരുദദാന സമ്മേളനത്തിനിടയ്ക്കാണ്, ചടങ്ങിനിടയ്ക്കാണ് പറഞ്ഞത്. വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഉണ്ട്, അത് കൃത്യമാണ്. പക്ഷെ അത് പാകിസ്ഥാന്റെയാണ്. അത് പാകിസ്ഥാൻ്റെതാണ്, വളരെ കൃത്യമായിട്ട്. അതിൽ അമേരിക്കയുടെ ഏറ്റവും F-16 വിമാനമുണ്ട്, അതിനകത്ത് ചൈനയുടെ വിമാനമുണ്ട്. ഈ പോർ വിമാനങ്ങളെല്ലാം അടിച്ചിടാൻ തക്കവണ്ണമുള്ള കരുത്ത് ഇന്ത്യൻ സേനയ്ക്കുണ്ട്, സംവിധാനം ഇന്ത്യൻ സേനയ്ക്കുണ്ടെന്നല്ല ഇത് തെളിയിക്കുന്നത്. അമേരിക്കയ്ക്ക് നാണക്കേടാണ്. ഈ നാണക്കേട് മറയ്ക്കാനും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നത്. അദ്ദേഹത്തിന് പറയണമെന്നുണ്ട്. ഉണ്ടായില്ല വെടി അല്ല, അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. 5 വിമാനം അടിച്ചിട്ടു, അതിൽ ഞങ്ങളുടെ വിമാനവും ഉണ്ട്, അത് പാകിസ്ഥാന്റെ വിമാനങ്ങളാണ് അടിച്ചിട്ടത് എന്ന് പറയാൻ ട്രംപിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നത്. എന്താ, 5 വിമാനങ്ങൾ വീണു, ആരുടെ? അതിനുത്തരവില്ല. അപ്പോൾ മാത്രമല്ല, ഒരു വടി ഇരിക്കട്ടെ, നമ്മൾ മൺസൂൺ സമ്മേളനം തുടങ്ങാൻ പോവാണല്ലോ പാർലമെൻറ്റിൻ്റെ, അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. അമേരിക്കയ്ക്ക് ഇപ്പോൾ തന്നെ നമ്മൾ യൂറോപ്യൻ യൂണിയൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, വ്യാപാര കരാറിലൊക്കെ നമ്മൾ ഒപ്പിടാം, നമുക്ക് വ്യാപാരമൊക്കെ നടത്താം. ഇന്ത്യയിൽ അസീം മുനീറിന്റെ വക്താക്കൾ പറയുകയാണ്, ട്രംപ് നിരന്തരം പറയുകയാണ്, എന്നിട്ടും നരേന്ദ്രമോദി മൗനത്തിലെന്നാണ്. അല്ല, നരേന്ദ്രമോദി ഈ വിടുവായന് പിന്നെ എന്ത് മറുപടി കൊടുക്കുകയാണ്? മൗനം വിദ്വാന് ഭൂഷണം എന്നൊരു ചൊല്ലുണ്ട്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. നമുക്ക് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല ഓപ്പറേഷൻ സിന്ദൂരിൽ. നമ്മുടെ ഒരു വിമാനം പോലും നഷ്ടപ്പെട്ടില്ല. നമുക്ക് നേരെ ഒരു തരത്തിലും നമ്മുടെ ഒരു വ്യോമത്താവളവും, പറഞ്ഞത് എന്താ, കാശ്മീരിൽ ഉധംപൂരിലെ വ്യോമത്താവളം നശിപ്പിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നരേന്ദ്രമോദി നേരം വെളുത്തപ്പോൾ അവിടെ നിൽക്കുക പട്ടാളക്കാരുടെ ഒപ്പം. എന്നിട്ട് അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു, അവിടെ നിന്ന് മാധ്യമങ്ങൾ മുഴുവനും അത് റിപ്പോർട്ട് ചെയ്യുന്നു, ലോകം മുഴുവനും കാണുന്നു. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, ഈ ഉധംപൂർ തകർത്തു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തലയിൽ മുണ്ടിട്ട് ഓടിയ കാഴ്ച നമ്മൾ കണ്ടു. ഇനി ഈ ട്രംപിനൊക്കെ എന്ത് മറുപടി കൊടുക്കാനാണ്?
ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവനും വ്യാപാര യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി ഈ താരിഫൊക്കെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സകലമാന രാജ്യങ്ങളെയും ശത്രുസ്ഥാനത്തേക്കാക്കി ഇപ്പോൾ കാനഡയോട് വെല്ലുവിളി നടത്തുകയാണ്. കാനഡയെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആക്കുന്നു. പക്ഷേ അസീം മുനീറിനെ കൃത്യസമയത്ത് തന്നെ അമേരിക്കയിൽ വിളിച്ചു വരുത്തി അതെ, അത് ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാൻ തന്നെയാണ്. എല്ലാ മാർഗങ്ങളിലൂടെയും ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളിൽ ഒന്ന് അമേരിക്കയാണ് എന്ന് വ്യക്തമായില്ലേ ഇതോടുകൂടി. ഇന്നിപ്പോൾ ഇതാ ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നു, ട്രംപ് പാകിസ്ഥാൻ സന്ദർശനത്തിന് വരുന്നു. വരട്ടെ. ഈ പാകിസ്ഥാനും ട്രംപുമായിട്ടുള്ള ഈ ഇപ്പോഴത്തെ ഈ പ്രത്യേക ഇരിപ്പ് അത് സത്യത്തിൽ നമ്മളെ അടിക്കാനും നമ്മളെ ഉപദ്രവിക്കാനും നമ്മുടെ സാമ്പത്തിക വളർച്ച തടയാനും വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ കുൽസിതമായ നീക്കമാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. പക്ഷെ അതൊന്നും നരേന്ദ്രമോദിയുടെ അടുത്തോ ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്തൊന്നും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ലല്ലോ, ഈ ചൈനയും പാകിസ്ഥാനുമായി വലിയ രീതിയിലുള്ള സൗഹൃദമുണ്ട്. അതിന് മുകളിൽ എത്താനുള്ള ഒരു ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞിട്ടാണ് ചൈന പഹൽഗാം അറ്റാക്കിനെതിരെ അതിശക്തമായ അപലപനവുമായി രംഗത്ത് വന്നത്. അത് കാര്യങ്ങൾ പറഞ്ഞ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയണം എന്നാണ്. അപ്പോൾ നമ്മുടെ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി വളരെ കൃത്യമായിട്ട് ട്രംപ് ഇതൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അതിന് ഒരു മുഴം മുന്നേ നീട്ടിയെറിഞ്ഞ് അവിടെ ചെന്ന് ചൈനയിലെ പ്രസിഡന്റിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് അവിടെ അസീം മുനീറും ട്രംപുമായിട്ട് ധാരണയായി. ഇനി നിങ്ങളുടെ സഹായം പാകിസ്ഥാന് വേണ്ട, ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഒരു നന്ദികെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ ബോധ്യപ്പെടുത്തി കൊടുത്തു ചൈനയ്ക്ക്. അതുകൊണ്ടാണ് ചൈന പഹൽഗാം അറ്റാക്കിന് ഇത്ര നാളും ചൈന പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടില്ലല്ലോ. ഭീകരതയ്ക്കെതിരായിട്ട് ശക്തമായ ശബ്ദമൊന്നും ചൈന ഉയർത്തിയില്ലല്ലോ. എന്തുകൊണ്ട് ഇപ്പോൾ ഉയർത്തി? എന്തുകൊണ്ട് ഇപ്പോൾ അപലപിച്ചു? വളരെ വ്യക്തമാണ്. ട്രംപും മുനീറും തമ്മിലുള്ള ഈ കുൽസിതമായ കൂട്ടുകെട്ട് ചൈനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവരത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് കാര്യമായ സഹായങ്ങളൊന്നും കിട്ടില്ല എന്ന് വ്യക്തമാണ്. അതേസമയം ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരു ധാരണയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ചൈന ബന്ധം. അത് തീർച്ചയായിട്ടും രണ്ട് രാഷ്ട്രങ്ങൾക്കും ഗുണം ചെയ്യും. അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരിക്കും. അതുവഴി അമേരിക്കയ്ക്കും അത് നാണക്കേടുണ്ടാക്കും എന്ന് തീർച്ചയാണ്.